അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എക്കാലത്തെയും ഹൈ ആയ 1,71,000 പോയിരിക്കുകയാണ്. ലാസ്റ്റ് വീക്കിൽ മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടായി 1,30,000 നമ്മുടെ പ്രോഫിറ്റൊക്കെ പോയായിരുന്നു. അപ്പം ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പ്രോഫിറ്റ്സ്, നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ വളരെ വളരെ നല്ലൊരു സ്റ്റോക്ക് മാർക്കറ്റാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഏറ്റവും നല്ലൊരു വേൾഡിലെ ഏറ്റവും നല്ലൊരു സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ 26-ന് നമ്മുടെ പ്രോഫിറ്റ് ഏകദേശം 1,62,000 ചെന്നതാണ്. പക്ഷേ നമ്മുടെ ഏറ്റവും അന്നത്തെ ടോപ്പായിട്ടുള്ള 1,60,000 ചെന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടായി. നമ്മുടെ പ്രോഫിറ്റ് ഏകദേശം 1,34,000 1,27,000 തിരിച്ചു പോയായിരുന്നു. ഏകദേശം 10th മെയ്ക്കിന് ഏകദേശം 1,27,000 ചെന്നായിരുന്നു. പക്ഷേ വിത്തിൻ 1 വീക്ക് നമ്മുടെ പ്രോഫിറ്റ് ലെവൽ ഏകദേശം 1,71,000 തിരിച്ചു വന്നു. ഇപ്പം പ്രീവിയസ് ഹൈറ്റിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മുടെ പ്രോഫിറ്റ് കയറി. നമുക്കിത് മനസ്സിലാകുന്നത് നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓവറോൾ സെൻസ് മാർക്കറ്റിൽ പ്രോഫിറ്റ് കയറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഫെബ്രുവരി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ബിക്കോസ് എൻ്റെ പാൻ കാർഡ് ഇഷ്യൂ ആണ് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ സ്റ്റിൽ നമ്മുടെ പ്രോഫിറ്റ് വേൾഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റിംഗ് ഒരു മാൻഡേറ്ററി തിങ് ആണെന്ന് മനസ്സിലാക്കുക. മണി ചെയിൻ തട്ടിപ്പോ ഇങ്ങനത്തെ ഫ്രോഡ് കാര്യങ്ങളൊന്നുമല്ല. വളരെ ജെന്യൂനായിട്ട് നമുക്ക് നല്ല കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പല കമ്പനീസും നല്ല പ്രോഫിറ്റിലാണ്. ഇപ്പം ഏകദേശം നമുക്ക് 68% അതിൻ്റെ പ്രോഫിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ഏകദേശം 90% ഇപ്പോൾ പ്രോഫിറ്റിലെത്തി.